ഇന്നലെയൊക്കെ നമ്മളെ ആശങ്കപ്പെടുത്തിയ ഒരു വലിയ വാർത്തയുണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന്. അവിടെ കേണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് കടുവ ഇറങ്ങുന്നു, അത് വളർത്തുമൃഗങ്ങളെ പശുക്കളെ കൊല്ലുന്നു, വലിയ ആശങ്ക അവിടുത്തെ ജനങ്ങളിൽ ഉളവാക്കുന്നു. അതിനെ പിടികൂടാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത് പകൽ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ മയക്കുവെടി വയ്ക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നത് കണ്ടതാണ്. പക്ഷേ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കെണിയിൽ കടുവ കുടുങ്ങി എന്നതാണ് ഏറെ ആശ്വാസകരമായ വാർത്തയായി നമ്മുടെ മുൻപിലേക്ക് വന്നത്. അത് കേണിച്ചിറക്കാർക്ക് മാത്രമല്ല, കാരണം വയനാട്ടിലും പൊതുവേ ആ വാർത്തയിലേക്ക് ആകാംക്ഷയോടെ നോക്കിയിരുന്ന എല്ലാ മലയാളികൾക്കും വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ഏതായാലും അതിൻ്റെ തുടർ നടപടികൾ, ഈ കടുവയെ ഇപ്പോൾ കേണിച്ചിറയിൽ നിന്ന് കൊണ്ടുപോയ കടുവയെ പൂപ്പാടിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിലാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. അതിന് ആരോഗ്യസ്ഥിതി മോശമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ എങ്ങനെയാണ്, ഈ കടുവയെ ഇനി എവിടെയാണ് തുറന്നുവിടാൻ പോകുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ വയനാട്ടിൽ നിന്ന് അനൂപ് നമ്മളോടൊപ്പം ചേരുകയാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. അനൂപ്, ഏതായാലും ആശങ്കകൾക്ക് അവസാനമായിരിക്കുന്നു തൽക്കാലത്തേക്കെങ്കിലും. കടുവയെ കേണിച്ചിറയിൽ നിന്ന് പിടികൂടി പൂപ്പാടിയിലെ കടുവ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി തുടർ നടപടികൾ എങ്ങനെയാണ്? ഇതിനെ മറ്റേതെങ്കിലും വനഭാഗത്ത് തുറന്നു വിടുകയാണോ, അതോ കടുവ പരിപാലന കേന്ദ്രത്തിൽ പാർപ്പിക്കാനാണോ തീരുമാനം? മനു, അതാണ് ഇനി വനവകുപ്പിന് മുന്നിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിന് ഒരു ആൺകടുവയാണ്, 10 വയസ്സ് പ്രായമുണ്ട്. തോൽപ്പെട്ടി 17 എന്ന വനംവകുപ്പ് ഐഡന്റിഫൈ ചെയ്ത ഒരു കടുവ കൂടിയാണിത്. തോൽപ്പെട്ടി വനമേഖലയിൽ ഈ വിധത്തിൽ മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന് വനംവകുപ്പ് കണ്ടെത്തിയ ഒരു കടുവയാണ്. അത് ഒരു പ്രായാധിക്യം മൂലമുള്ള അവശതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് തുടർ ചികിത്സ അനിവാര്യമെന്നാണ് DFOയുടെ ചുമതലയുള്ള വി രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം നമ്മോട് പറഞ്ഞത്. പ്രധാനമായും ഈ കടുവയ്ക്ക് ശാരീരികമായിട്ട് ചില മുറിവേറ്റ പാടുകളും അതോടൊപ്പം അതിന്റെ ചികിത്സകളും വൈഷമ്യതകളും എല്ലാം ഈ കടുവയ്ക്ക് ഉണ്ട് എന്നാണ് വനവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പ്രാഥമിക ചികിത്സ നൽകണം. ചികിത്സ നൽകുമ്പോൾ അത് കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും അതോടൊപ്പം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി നിർദ്ദേശിക്കുന്ന ഈ വിധത്തിലുള്ള ചില മാനദണ്ഡങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ കൂടി പാലിച്ചായിരിക്കണം ഇത്തരത്തിലുള്ള ചികിത്സ. അതിനുശേഷം ഈ കടുവ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് കണ്ടാൽ അതിനെ വനാന്തരത്തിലേക്ക് തുറന്നു വിടുകയോ മറ്റോ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി വനവകുപ്പിന് മുന്നിലുണ്ട്. ഈ കടുവയ്ക്ക് ഈ വിധത്തിൽ വനാന്തര ഭാഗത്തു നിന്നോ മറ്റോ പരിക്കേറ്റതും അതോടൊപ്പം പ്രായാധിക്യം മൂലമുള്ള വിഷമതകളും ഉണ്ട് എന്നാണ് ഇപ്പോൾ വനവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒടുവിൽ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇന്നലെ കൂട്ടിൽ അകപ്പെട്ട ഉടൻ തന്നെ ഈ കടുവയെ കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഈ വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ശാസ്ത്രീയമായി വന്യമൃഗങ്ങളെ പരിപാലിക്കുന്നതിനുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു ഇത്തരത്തിലുള്ള മൃഗപരിപാലന കേന്ദ്രമാണ് ഈ മുത്തങ്ങ കുപ്പാടിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രാഥമികവും വിദഗ്ധവുമായ ചികിത്സ ഈ കടുവയ്ക്ക് ലഭ്യമാക്കും. അതിനുശേഷമായിരിക്കും വനവകുപ്പ് ഈ വിധത്തിലേക്കുള്ള നടപടികൾ ആരംഭിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്ത് ദിവസങ്ങളായി നിലനിന്ന ഒരു ആശങ്കയാണ്. ക്ഷീര കർഷകർ ഏറെയുള്ള മേഖലയിൽ വളർത്തുമൃഗങ്ങൾ, പ്രത്യേകിച്ച് പശുക്കൾ, കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. അതോടൊപ്പമാണ് ഈ ക്ഷീര കർഷകർ വയ്ക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടെയാണല്ലേ ഈ കൂട്ടിൽ വന്ന് വീണത് കടുവ? അതെ, ഇന്നലെ വലിയ പ്രതിഷേധമായിരുന്നു ഈ പ്രദേശത്തുണ്ടായിരുന്നത്. കേണിച്ചിറയിൽ ഈ മാളിയേക്കൽ ബെന്നി എന്ന് പറയുന്ന ഏറ്റവും ഒടുവിൽ കടുവയുടെ ആക്രമണത്തിനിരയായി പശുക്കൾ കൊല്ലപ്പെട്ട ആ വീട്ടിൽ അവിടെ നിന്ന് മൃതദേഹം എടുത്ത് കേണിച്ചിറ ടൗണിലേക്ക് കൊണ്ടുവന്നുള്ള ഒരു പ്രതിഷേധം വലിയ രീതിയിൽ അവിടെ നടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മന്ത്രിതല വകുപ്പ് മന്ത്രിയുടെ മറ്റു ഇടപെടൽ മൂലം എത്രയും പെട്ടെന്ന് ഇതിനെ മയക്കുവെടി വെക്കാനുള്ള, അതായത് അത്ര രൂക്ഷമായിരുന്ന സാഹചര്യം, കൂട്ടിൽ കയറാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂട്ടിന് അടുത്ത് വരെ കടുവ, സാധാരണഗതിയിൽ കൂടിന് അടുത്ത് സമീപത്തൊക്കെ എത്തുകയാണെങ്കിൽ അകപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഈ കടുവ കൂടിന് സമീപത്തെത്തി തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മാർഗങ്ങൾ ഇനി തുടരരുത് എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിൽ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവും മറ്റും പെട്ടെന്ന് തന്നെ ഇന്നലെ ആ ജനകീയ പ്രക്ഷോഭം ഉണ്ടായ ഉടൻ തന്നെ വകുപ്പ് മന്ത്രിയും മറ്റും ഇടപെട്ട് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആ ഉത്തരവ് ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത് തിരച്ചിലെല്ലാം നടത്തുകയും ചെയ്തു. എന്നാൽ ഒരു പ്രതികൂല കാലാവസ്ഥയും മറ്റും കാരണം അത് തുടരാൻ സാധിച്ചില്ല. ഇതിനിടെയാണ് കടുവ വീണ്ടും ഈ പ്രദേശത്തെത്തിയത്. ഇന്നലെ രാത്രി 9 മണിക്ക് ഈ മാളിയേക്കൽ ബെന്നിയുടെ ഈ തൊഴുത്തിൽ, ഈ കൊല്ലപ്പെട്ട പശുക്കളുടെ തൊഴുത്തിൽ വീണ്ടും കടുവയെത്തി. അത് ആ വീട്ടുകാർ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. ആ വിധത്തിൽ ആ പ്രദേശത്ത് വീണ്ടും ആശങ്ക സൃഷ്ടിക്കുന്നതിന് കാരണമായി കനത്ത മഴയും മറ്റും ആ സമയത്ത് തന്നെ വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം അവർക്ക് നൽകുകയും മറ്റും ഉണ്ടായി. നേരത്തെ തന്നെ ജില്ലാ കളക്ടർ ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി കടുവയെ പിടികൂടുന്നതിനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രദേശത്ത്
അടിയന്തരാവസ്ഥ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. ആ ഘട്ടത്തിലാണ് വീണ്ടും കടുവയെത്തിയത്. അത് വരെ അല്പം ആശങ്ക സൃഷ്ടിച്ചു. ജനങ്ങൾ വീണ്ടും പ്രതിഷേധവുമായി അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. ഇന്നലെ 9 മണിക്ക് വീട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അത് ഭക്ഷണം ലഭ്യമല്ലാതെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവണം. കാരണം ഇപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ഒരു വലിയ ആശ്വാസമായിട്ടുണ്ട് കടുവ കൂട്ടിലായതോടുകൂടി. പക്ഷേ അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇത് ആത്യന്തികമായി ഈ വിഷയം പൂർണ്ണമായും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തുടർച്ചയായി ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ വന്യമൃഗ ശല്യം ഉണ്ടാകുന്നതിനെ തുടർന്ന് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള നടപടികൾ, പട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഊർജിതമാക്കുക, അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എങ്ങനെയാണ് അവർ എടുത്തിരിക്കുന്നത്? വനം വകുപ്പ് ഇന്നലെ തന്നെ മന്ത്രി കെ ശശീന്ദ്രൻ ജില്ലയിൽ നിന്ന് മന്ത്രിയായ OR കേളുമായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം OR കേളു തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട നടപടികൾ സംബന്ധിച്ചുള്ള ഒരു ഉന്നതതല യോഗവും മറ്റും വിളിച്ചു ചേർക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിക്കുകയുമുണ്ടായി. ഏതായാലും ആ നടപടികൾ വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സമീപ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. ഏറ്റവും ഒടുവിൽ ഈ കടുവയുടെ ഭീതി നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് ഉള്ള സ്ഥിതിഗതികൾ അതൊന്ന് നിയന്ത്രണ വിധേയമാക്കുകയും അത്തരത്തിൽ അവിടെ ജനങ്ങൾക്ക് സുരക്ഷിതത്വവും അവർക്ക് അവരുടെ ദൈനംദിന ജീവിത കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം സുഗമമാക്കുന്നതിന് ചെയ്യുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കാനായിരുന്നു അടിയന്തരമായിട്ടുള്ളൊരു സർക്കാർ തല തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് മയക്കുവെടി വെക്കാനുള്ള ഉത്തരവെല്ലാം പെട്ടെന്ന് വന്നത്. ഒരു ശ്രമം വിജയിച്ചിരിക്കുന്നു. കൂട്ടിൽ തന്നെ കടുവ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. മറ്റു കാര്യങ്ങൾ കാരണം ഒന്ന് ഈ പറയുന്ന പോലെ ക്ഷീരകർഷകർ ഏറെയുള്ള മേഖലയാണ്. മറ്റൊന്ന് ഇന്നിപ്പോൾ സ്കൂളുകളിലേക്കൊക്കെ കുട്ടികളൊക്കെ പോകേണ്ട ദിവസം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്നലെ ആളുകൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ കടുവ കൂട്ടിലായതോടുകൂടി പ്രദേശത്തെ പ്രതിഷേധങ്ങളും കാര്യങ്ങളുമൊക്കെ അവസാനിച്ചോ? നാട്ടുകാർ തൽക്കാലത്തേക്കെങ്കിലും ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് മാറിയോ? അത്തരം ഒരു സാഹചര്യം ഏതായാലും ഇപ്പോഴും ഇവിടെ ഉണ്ട്. സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. നേരത്തെ ഈ സ്ഥലത്തിന് തൊട്ട് സമീപത്ത് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലെല്ലാം നേരത്തെയും ഇത്തരത്തിൽ തൊഴുത്തിൽ കടുവയെത്തി അത് അവിടുത്തെ CCTV പതിന സംഭവമെല്ലാം ഉണ്ടായിരുന്നു. അത് ഈ കേണിച്ചിറയുടെ തൊട്ട് സമയത്തുള്ള ഈ വാഗേരി തീറ്റി തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. ആ മേഖല എന്ന് പറയുന്നത് ഈ വിധത്തിൽ ചിതലയം ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലുള്ള ഈ സ്ഥലത്ത് നിരന്തരം ഇത്തരത്തിൽ കടുവയുടെ ശല്യമുണ്ട്. മനു സൂചിപ്പിച്ചതുപോലെ ശാശ്വത പരിഹാരമാവുന്നില്ല എങ്കിലും ഈ പ്രദേശത്തിന് താൽക്കാലിക പരിഹാരമാവുന്നു എന്നുള്ളതാണ്. അത് ഏറെ ആശ്വാസകരവുമാണ്. കാരണം ക്ഷീരമേഖല ഏറെയുള്ള പ്രദേശം പശുക്കളാണ് അവരുടെ വരുമാന മാർഗമായിട്ടുള്ളത്. ഇന്നലെ ബെന്നിയുടെ വീട്ടിൽ കടുവയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടത് പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള പശുവാണ്. നമുക്ക് വളരെ മറ്റൊരു പ്രധാന വിഷയം നാട്ടുകാർ ഉന്നയിച്ചതും വളരെ ഗൗരവതരമായ വിഷയം, അനൂപ് പറഞ്ഞതുപോലെ അവരുടെ വരുമാന മാർഗമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനെ ഈ വിഷയം അറിയിക്കുകയും നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വേണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ ഇടപെടലുകൾ, ചർച്ചകൾ എങ്ങനെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്? നഷ്ടപരിഹാരത്തിനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ വനവകുപ്പ് ആരംഭിച്ചു. അത് ഇന്നലെ തന്നെ ആ പ്രതിഷേധത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ആ വിധത്തിൽ ആരംഭിച്ചു എന്നുള്ളതാണ്. അത് അപ്പോൾ വേഗത്തിൽ തന്നെ നഷ്ടപരിഹാരത്തൊക്കെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. അതിന്റെ ആദ്യ ഗഡു എന്ന രീതിയിൽ പണം കൈമാറുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് വനംവകുപ്പ് ഏതായാലും കടക്കുകയും ചെയ്തു. നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള ഒരു കാലതാമസം ഉണ്ടാവില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മന്ത്രി ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. ഏതായാലും DFOയുടെ ചുമതലയുള്ള B രഞ്ജിത്ത് ഇന്നലെ കർഷകരെ നേരിൽ കണ്ട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. അക്കാര്യത്തിൽ നഷ്ടപരിഹാര തുകയോ വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന അത്തരത്തിലുള്ള ഇളവുകളെ കുറിച്ചും സേവനങ്ങളെ കുറിച്ചും ഒന്നുമുള്ള ഒരു ആശങ്കയ്ക്ക് വകയില്ല. അതായത് ആ ഘട്ടം അവർ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് മനു. ഏതായാലും മനു നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മേഖലയിലെ ശാശ്വത പരിഹാരത്തിന് എന്ത് മാർഗങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ്. ഏതായാലും അത് അതിസങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നമായി കൂടി വേണം കാണാൻ. അതിനായി ഒട്ടേറെ നിയമ നടപടികളിലേക്കും നിയമഭേദഗതികളിലേക്കും എല്ലാം സർക്കാർ തലത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയും കേന്ദ്ര സർക്കാർ അനുമതിയും അതുപോലുള്ള പിന്തുണയും എല്ലാം ആവശ്യമാണ്. അതൊരു സങ്കീർണമായിട്ടുള്ള പ്രശ്നം കൂടിയാണ്. ഏതായാലും വയനാടിന്റെ വനയോര ജനവാസ മേഖലകളിൽ ഈ വിധത്തിലുള്ള പ്രശ്നങ്ങൾ തുടരുകയാണ്. ഇത്തരത്തിലുള്ള താൽക്കാലിക പരിഹാരങ്ങൾ നടക്കുമ്പോഴും അത് ഒരു പൊതു പ്രശ്നം എന്ന രീതിയിൽ അത് സജീവമായി നിലനിൽക്കുന്നു. അത് തന്നെയാണ് ഇന്നലെ മന്ത്രിയായി ചുമതലയേറ്റ OR കേളു ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചതും. ഏതായാലും അത്തരം പരിഹാര നടപടികളിലേക്ക് ഈ സംവിധാനങ്ങൾ കടക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതിനുവേണ്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ സൂചനയുമാണ്. ഏതായാലും കേണിച്ചിറയിലെ കടുവയുടെ ഈ ഇത്തരത്തിലുള്ള തുടർ ചികിത്സയും അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും ഇന്ന് വനംവകുപ്പ് DFOയുടെ ഈ സൗത്ത് വയനാട് DFOയുടെ ഒരു ഒഴിവ് ഇവിടെ ഉണ്ടായിരുന്നു. സജ്ന കരീം നേരത്തെ ഉണ്ടായിരുന്ന DFOയെ സ്ഥലം മാറ്റിയതിനെ തുടർന്ന് ഒരു ഒഴിവ് നിലനിൽക്കുകയാണ്. അവിടേക്ക് ഒരു മുഴുവൻ സമയ ഉദ്യോഗസ്ഥനെ നിയമിക്കണം എന്നൊരു ആവശ്യം കൂടി കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ PCF ആയിട്ടുള്ള V രഞ്ജിത്തിനാണ്
സൗത്ത് വയനാട് DFOയുടെ ചുമതല നൽകിയിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയങ്ങളിൽ കാര്യക്ഷമമായി കഴിഞ്ഞ ദിവസം ഇടപെട്ടു. എന്നാൽ മുഴുവൻ സമയ ഒരു ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് തന്നെ നിയമിക്കണം എന്നുള്ളൊരു ആവശ്യം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിലെ ഫോറസ്റ്റ് സ്റ്റേഷനിലെല്ലാം ചില ഉദ്യോഗസ്ഥർ ഒഴിവും അതുമായി ബന്ധപ്പെട്ട് ചില അത്തരം കാര്യങ്ങൾ കൂടി ജനങ്ങൾ ഇന്നലെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഏതായാലും സൗത്ത് വയനാട് DFO ഇന്നു തന്നെ ആദിത്യ രാമനെ, അദ്ദേഹം ഈ മേഖലയിൽ നിരവധി കാലമായി പ്രവർത്തന പരിചയമുള്ള ആളാണ്. ഇത്തരത്തിൽ വന്യമൃഗശല്യം നേരിട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടൽ കൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം റേഞ്ച് ഓഫീസർ മുതൽ ഈ മേഖലയിൽ പ്രവർത്തിച്ച് വരികയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആദിത്യ രാമനെ സൗത്ത് വയനാട് DFOയെ ചുമതലപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം സർക്കാർ തല തീരുമാനമുണ്ടായിരുന്നു. ഇന്ന് മുതൽ അദ്ദേഹം ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി അദ്ദേഹം ഏറ്റെടുക്കും. ഏതായാലും ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ശരി, ഏതായാലും അനൂപ്, ഏറെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ കടുവ കൂട്ടിലായതോടുകൂടി ഒരു വലിയ ആശങ്കയ്ക്കാണ് അവസാനമായിരിക്കുന്നത്.